കുടലിന്റെ ആരോഗ്യം എന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാലും അല്ലെങ്കിൽ കുടലിന്റെ ആരോഗ്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചാലും ഒക്കെ ചിലരിൽ എപ്പോഴും വയർ ഇങ്ങനെ ബ്ലോട്ടഡ് ആയിട്ടിരിക്കുന്നത് കാണാറുണ്ടായിരിക്കും അല്ലേ? സ്ഥിരമായിട്ട് ക്ലീൻ ഫുഡ് കഴിച്ചിട്ടും ഇത്തരത്തിൽ വയറിൽ അബ്ഡോമിനൽ ബ്ലോട്ടിങ്, ഗ്യാസ് ഫോർമേഷൻ അല്ലെങ്കിൽ പുളിച്ചു തിരട്ടുന്ന പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുടലിന്റെ ആരോഗ്യം അത്ര ശരിയല്ല എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതിന് പല റീസൺസ് ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട 5 റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ചില ഭക്ഷണങ്ങൾ, അതായത് ചിലർക്ക് ഉള്ളി, വെളുത്തുള്ളി അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അബ്ഡോമിനൽ ബ്ലോട്ടിങ്, ഗ്യാസ് ഫോർമേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത്തരം ഭക്ഷണങ്ങളിൽ നേരത്തെ തന്നെ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് നടന്നിട്ടുണ്ടായിരിക്കാം. ഇത് ഇരുന്ന് ഫെർമെന്റേഷൻ നടക്കുകയും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ വയറിൽ പിടിക്കാതെ വരികയും പെട്ടെന്ന് തന്നെ ഗ്യാസ് ഫോം ചെയ്യുകയും ബ്ലോട്ടിംഗ് ഉണ്ടാവുകയും ചിലരിൽ ഹാർട്ട് ബേൺ അല്ലെങ്കിൽ പുളിച്ച് തകട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത്തരം അവസ്ഥകൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിട്ട് കഴിയുമ്പോൾ കാലക്രമേണ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനെ അത് മോശമായിട്ട് ബാധിക്കുകയും സ്റ്റൊമക് ഡിസ്കംഫർട്ട് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ക്രോണിക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വരാം. നമ്മുടെ കുടലിന്റെ ആരോഗ്യം മോശമാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ശരീരത്തിലേക്ക് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് കുടലിന്റെ ആരോഗ്യം കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളത് നമുക്ക് ശരീരത്തിലേക്ക് ന്യൂട്രിയൻസ് അബ്സോർപ്ഷനും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ചിലർക്ക് ചില ഭക്ഷണങ്ങളോട് അമിതമായിട്ടുള്ള സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കാം. ചിലർക്ക് മുട്ട അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളായ പനീർ, ചീസ്, ബട്ടർ, മറ്റ് പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ സോയ പ്രോഡക്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് ബ്ലോട്ടിംഗ് ഉണ്ടാവുകയും ഗ്യാസ് ഫോർമേഷൻ വരികയും ചിലർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരികയും ബ്രെയിൻ ഫോഗ് വരികയും ചെയ്യും. നമുക്കറിയാലോ നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ അത്തരം ഭക്ഷണം ഒരു 5 ആഴ്ചത്തേക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. 5 ആഴ്ച കഴിയുമ്പോൾ വയറ് നോർമൽ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് വയറ് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത്തരം ഭക്ഷണം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു മാർഗ്ഗം. നമ്മൾ ഭക്ഷണം സ്റ്റൊമക്കിലെത്തി അത് ഡൈജസ്റ്റ് ആവാനായിട്ട് സ്റ്റൊമക് ആസിഡ് വേണം. അപ്പോൾ ചിലരിൽ പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ചില മെഡിസിൻസിന്റെ ദീർഘകാലമായിട്ടുള്ള ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അമിതമായിട്ട് സ്ട്രെസ് ഉള്ളപ്പോഴോ ഒക്കെ ഈ സ്റ്റൊമക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവില്ല. ഇത് അസിഡിറ്റി, ഫെർമെന്റേഷൻ, ബ്ലോട്ടിംഗ്, ഹാർട്ട് ബേൺ ഇതൊക്കെ ഉണ്ടാക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ സ്ലോ ആയിട്ട് വായിൽ നന്നായിട്ട് ചവച്ച് വേണം ഭക്ഷണം കഴിക്കാൻ. അതുപോലെ ചിലരിൽ ഡൈജഷൻ പൊതുവെ സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. അത് കൂടുതൽ ആങ്സൈറ്റി, സ്ട്രെസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് എക്സസൈസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഡൈജഷൻ ശരിക്കും നടക്കില്ല, സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ കുറേ സമയം സ്റ്റൊമക്കിൽ ഫുഡ് ഇരുന്ന് അത് ഫെർമെന്റേഷൻ വരികയും അത് അസിഡിറ്റി, ബ്ലോട്ടിംഗ്, ഗ്യാസ് ഫോർമേഷൻ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ സ്ലോ ആയിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക, ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് TV കണ്ടുകൊണ്ട് കഴിക്കാതിരിക്കുക, മൊബൈൽ കണ്ടുകൊണ്ട് കഴിക്കാതിരിക്കുക, അതുപോലെ വലിച്ചു വാരി പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. അത് ശ്രദ്ധിക്കുമ്പോൾ ഡൈജഷൻ കുറേയൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ അതിന് സഹായിക്കും. അതുപോലെ പ്രോബയോട്ടിക്സ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക.